പച്ചിച്ച് ഇന്ന് എന്താ ആക്കുന്ന ബ്രേക്ക്ഫാസ്റ്റൊക്കെ? ഇന്നിപ്പോൾ നമ്മുടെ മഴ പെയ്തുകൊണ്ടിരിക്കുന്ന മഴയൊക്കെ തുടങ്ങി. അപ്പോൾ നല്ല ചൂട് ദിവസം നല്ല കാന്താരി ചമ്മന്തി ഉണ്ടാക്കും. അപ്പം അതാണ് ഞാൻ അതിൻ്റെ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നെ അത് കഴിച്ചു കിടക്കുക എങ്ങനെ ആക്കാൻ? അത് കാണിച്ചു തരാം. നമ്മൾ കണ്ട ഇന്ന ഇത്രയും സാധനങ്ങളാണ് നമ്മൾ അതിന് ചേർക്കുന്നത്. അപ്പോൾ ഉമ്മച്ചി എടുത്ത് വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ കുറച്ച് തേങ്ങ, ഒരു ഇച്ചിരി മുളക് പൊടി, കറിവേപ്പില, കാന്താരി, കല്ലുപ്പ്, കുറച്ച് ചുവന്നുള്ളി. ചുവന്നുള്ളിയുടെ ഇംഗ്ലീഷ് നിനക്ക് അറിയാമല്ലോ. എന്താണ് ചുവന്നുള്ളിയുടെ ഇംഗ്ലീഷ്? ഷാലറ്റ്. എന്നിട്ട് ഇതിപ്പോൾ നമ്മൾ എടുത്തു വെച്ചപ്പം കറണ്ട് ഒത്തിരി തവണ കറണ്ട് പോയി. നമ്മൾ സാധാരണ മിക്സിയിലാണ് ഇപ്പോൾ എല്ലാവരും അരയ്ക്കുന്നത്. പക്ഷേ കറണ്ട് പോയാൽ നമുക്കൊരു അൾട്ടർനേറ്റീവ് വേണം. അതിന് നമ്മൾ ഇവിടെ ഒരു കല്ലിന്ന് അരയ്ക്കാമെന്ന് വിചാരിക്കുന്നു. കല്ലിൽ അരയ്ക്കുമ്പോൾ അതിന്റെ രുചി വ്യത്യാസവും മോന് മനസ്സിലാവും. അതൊരു പുതിയ എക്സ്പീരിയൻസും ആവും. കല്ലെന്ന് പറഞ്ഞാൽ അരകല്ലെന്നോ അമ്മിക്കല്ലെന്നൊക്കെ പറയും. ഇതാണ് സാധനം. ഇതിന് ഇംഗ്ലീഷിലൊരു പേരുണ്ട്. അത് നിനക്കറിയാമോ? പച്ചിച്ച് ഇത് കഴിക്കാൻ ചെയ്യാൻ പറ്റോ? പിന്നെന്താ, നമ്മൾ ഇതൊക്കെ ചെയ്യണം. ഇതൊക്കെ ഒരു എക്സ്പീരിയൻസുമാണ്. അതായത് നമുക്കൊരു എക്സർസൈസ് ഉണ്ട് ഇതിനകത്ത്. പിന്നെ രുചിക്ക് വ്യത്യാസമുണ്ട്. പിന്നെ നമ്മുടെ പണ്ടത്തെ ആൾക്കാർ, അത് എൻ്റെയൊക്കെ കുഞ്ഞുനാൾ മുതൽ ഞങ്ങൾ ഒരുപാട് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പം നമുക്കിതൊക്കെ ഒരു ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. ഇങ്ങനെ അരച്ചെടുക്കുന്നതിൻ്റെ ടേസ്റ്റ് വേറെയാണ്. കല്ലേൽ അരച്ചെടുക്കുന്നതിൻ്റെ ടേസ്റ്റ് വേറൊരു വ്യത്യാസം. നല്ലൊരു ഇച്ചിരി അരച്ചെടുക്കണം. അത് നമുക്ക് നല്ലൊരു എക്സർസൈസാണ് കേട്ടോ. പക്ഷെ ഇപ്പോൾ ആർക്കും ഒന്നിനും സമയമില്ല. പിന്നെ എല്ലാവരും ഭയങ്കര ധൃതി പിടിച്ച ജീവിതമല്ലേ മോനെ. ഇന്നത്തെ സ്ത്രീകൾക്കൊന്നും വലിയ ഒത്തിരി പേര് കാണും ഒരു കുടുംബത്തിൽ. ഒരാളല്ലെങ്കിൽ ഒരാൾ ചെയ്യാൻ. ഇപ്പോഴെന്ന് പറഞ്ഞാൽ മാതാപിതാക്കളും 2 കുട്ടികളും അവർ തിരക്ക് പിടിച്ച ജീവിതമല്ലേ. അവർക്ക് ഇതിനൊന്നും സമയമില്ല. പിന്നെ ഇതുപോലെ മക്കളെ പോലുള്ളൊരു വെക്കേഷനൊക്കെ നാട്ടിൽ വരുമ്പോൾ ഇതൊക്കെ എന്താണെന്നൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കണം. ഇങ്ങനെയൊക്കെ ഒരു കാലം ഉണ്ടായിരുന്നു. അന്നത്തെ കാലഘട്ടത്തിൽ ഉള്ള മനുഷ്യർ ഇങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് കാര്യങ്ങളിലൂടെയാണ് അവർ കടന്നു വന്നത്. അതൊക്കെ നിങ്ങളൊന്നും അതൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും കൂടെയാണ് ഉമ്മച്ചിപ്പോൾ ഇത് കാണിച്ചു തരുന്നത്. ഈ കറിവേപ്പിലയും ഈ കാന്താരി മുളകും ഈ അരയ്ക്കുന്ന തേങ്ങയും നമ്മുടെ കുഞ്ഞു പറമ്പിൽ നിന്ന് കിട്ടിയതാണ്. ബാക്കിയുള്ളൂ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ച സാധനങ്ങൾ. നമുക്കൊരു കുഞ്ഞു പറമ്പും ഒരു കുഞ്ഞു വരുമാനവും ഒരു കുഞ്ഞു നല്ല വൃത്തിയുള്ളൊരു വീടും ഉണ്ടെങ്കിൽ നമ്മൾ മലയാളികൾ ഹാപ്പിയാണ് കേട്ടോ. ഇത് നല്ലതുപോലെ അതായിട്ട് ആ മുളകും ഈ കൊച്ചുള്ളിയും വെക്കണം. ഇത് കാണാനും പഠിക്കാൻ എനിക്ക് ഏറ്റവും ഇഷ്ടമാണ് കാണാൻ. എന്നിട്ട് നല്ല 3 ഉള്ളിയെ കട്ടിച്ചു. ഇനി കട വയ്ക്കുന്ന സാധനങ്ങൾ എല്ലാം എടുക്കും. സൂപ്പർ ടേസ്റ്റ്. ഇനി എല്ലാം വീട്ടില് കുട്ടികൾ എന്നെ പോലെ ഇത് എക്സ്പീരിയൻസ് ചെയ്ത് നാട്ടിൽ പോയിട്ട് ഇതാക്ക്.